നമസ്കാരം, മിത്രവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സജീഷ് കുമാർ തറയിൽ. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലയുടെ പുതിയ കലക്ടറായി എൻ പ്രശാന്ത് ചുമതലയേറ്റു. സാമൂഹിക സൗഹാർദ്ദത്തിന് മുഖ്യ ഊന്നൽ നൽകിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും കലക്ടർ. CPI സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 26 മുതൽ കോട്ടയത്ത്. പതാക ജാഥയ്ക്ക് കോഴിക്കോട് നഗരത്തിൽ ഉജ്ജ്വല സ്വീകരണം. കേന്ദ്ര നഗരകാര്യ വികസന മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്രകാര്യ ശേഷി വികസനം കോഴിക്കോട് നഗരസഭയിലും. മന്ത്രി മഞ്ഞളാംകുഴി അലി പദ്ധതി അവതരണം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ഫാറൂഖ് കോളേജ് ചുള്ളിപ്പറമ്പ് ശ്രീ മുള്ളാശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം സമാപിച്ചു. ഫെബ്രുവരി 21 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിലായിരുന്നു ഉത്സവാഘോഷ പരിപാടികൾ നടന്നത്. 21 വൈകിട്ട് ദീപാരാധനയോടെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് കോഴിക്കോട് കാദംബരി തിയേറ്റേഴ്സിന്റെ അഗ്നിഭദ്ര നാടകം അരങ്ങേറി. 22 പുലർച്ചെ നടതുറക്കൽ, ഗണപതി ഹോമം, സുഗു നല്ലൂറൻ പാർട്ടിയുടെ കാവുണർത്തൽ, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, ഗുരുവെള്ളാട്ട്, ഭഗവതിയുടെ വെള്ളാട്ട്, കലശത്തിന് പുറപ്പാട്, മഞ്ഞത്താലപ്പൊലി, ഭഗവതി തിറ, ദേശത്തെ ആഘോഷവരവ് എന്നിവ നടന്നു. സമാപന ദിവസമായ 23-ന് പുലർച്ചെ ഭഗവതി തിറയ്ക്ക് ശേഷം ദണ്ഡൻ തിറ, അരിത്താലപ്പൊലി, ഗുരുതി തർപ്പണം, വെടിക്കെട്ട് എന്നിവയും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രോത്സവത്തിൽ പങ്കുകൊള്ളാൻ എത്തിച്ചേർന്നത്. വെടിവഴിപാടുകാരന്റെ പ്രത്യേക ശ്രദ്ധയിലേക്ക് അനാമിക പൂയം നക്ഷത്രം, ശ്രേഷ്ഠ പൂയം നക്ഷത്രം, ചന്ദ്രിക ചോതി നക്ഷത്രം, അശ്വതത്ത് വിശാല നക്ഷത്രം, ആർഷിക ചിത്ര നക്ഷത്രം, ഭവ്യപ്രിയ ഉത്രട്ടാതി ഫർണിച്ചറുകൾ വിപണനം നിർത്തിയിരിക്കുന്നു.